ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഹൗ ആർ യു? എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ? അപ്പോൾ നിങ്ങളെല്ലാം ഓണപരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ കൂട്ടുകാരെ? നിങ്ങളുടെ മുമ്പിലേക്ക് കഴിഞ്ഞ വർഷത്തെ ചോദിച്ചിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. നമുക്ക് നോക്കിയാലോ? അപ്പോൾ 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇൻ്റഗ്രേഷൻ ഡേ 1ൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണിത്. നമുക്ക് നോക്കാം. പ്രവർത്തനം 1, ഒഴുകുന്ന പുഴ. നമുക്കിവിടെ ഒഴുകുന്ന പുഴയെ കുറിച്ചിട്ട് കുറച്ച് വാക്കുകളൊക്കെ തന്നിട്ടുണ്ട്. എന്താണ് തന്നിട്ടുള്ളതെന്ന് നോക്കാം. നല്ല മഴ, മഴയിൽ പുഴ നിറഞ്ഞു, പുഴ നിറഞ്ഞൊഴുകി, മീനുകൾ തുള്ളിച്ചാടി, മാനം മുട്ട ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, മലയിൽ നിറയെ പൂമരങ്ങൾ, ഇരുവശവും പച്ച വിരിച്ച വയലുകൾ, മലയും കാടും വയലും കടന്ന് പുഴ ഒഴുകി. പുഴയ്ക്ക് കുറുകെ ഒരു വലിയ പാലം, ഇരുവശവും കൂറ്റൻ കെട്ടിടങ്ങൾ. പുഴയിലേക്ക് മലിനജലം ഒഴുകി വന്നു, പുഴയുടെ നിറം മാറി, പുഴയ്ക്ക് സങ്കടമായി. അപ്പോൾ മനസ്സിലായല്ലോ മക്കളെ? കണ്ടോ, നല്ലൊരു പുഴ ഒഴുകുന്നുണ്ടായിരുന്നു. അതിന് 2 വശത്തായിട്ട് പുഴ നന്നായി മഴ പെയ്തു, പുഴ നിറഞ്ഞൊഴുകി. അങ്ങനെ പുഴയ്ക്ക് കുറുകെ വലിയൊരു പാലം വന്നു. പാലത്തിൻ്റെ ഇരുവശത്തും വലിയ വലിയ കെട്ടിടങ്ങൾ വന്നു. കെട്ടിടങ്ങൾ വന്നപ്പോഴെന്തായി? മലിനജലം നിറഞ്ഞു, അത് പുഴയിലേക്ക് ഒഴുകി വന്നു. അങ്ങനെ പുഴയുടെ നിറം മാറി, പുഴയ്ക്ക് സങ്കടമായി. അതാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. വായിച്ച് നമ്മൾ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? പുഴ നിറഞ്ഞതെപ്പോൾ? ഒന്നാമത്തെ ചോദ്യം, പുഴ നിറഞ്ഞതെപ്പോൾ? എപ്പോഴാണ് മക്കളെ പുഴ നിറഞ്ഞത്? ഇവിടെ തന്നിട്ടുണ്ട്. എപ്പോഴായിരുന്നു പുഴ നിറഞ്ഞത്? മഴയിൽ അല്ലേ? നല്ല മഴയിൽ പുഴ നിറഞ്ഞു. അപ്പം നമ്മൾ എന്ത് ഉത്തരം എഴുതണം? നല്ല മഴയിൽ പുഴ നിറഞ്ഞു എന്നെഴുതണം. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കൂ. മീനുകൾ എന്താണ് ചെയ്തത്? ഒന്ന് നോക്കിയേ. മീനുകൾ എന്താണ് ചെയ്തത്? മീനുകൾ തുള്ളിച്ചാടി. കണ്ടോ? മീനുകൾ തുള്ളിച്ചാടി. അപ്പം അതാണ് നമ്മൾ രണ്ടാമത് ഉത്തരം എഴുതേണ്ടത്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. മൂന്നാമത്തെ ചോദ്യം, മലയിൽ നിറയെ എന്താണ്? മലയിൽ നിറയെ എന്താണുള്ളത്? കണ്ടോ? മലയിൽ നിറയെ പൂമരങ്ങൾ. അപ്പോൾ നമ്മൾ പൂമരങ്ങൾ എന്നാണ് ഉത്തരം എഴുതി ചേർക്കേണ്ടത്. മലയിൽ നിറയെ പൂമരങ്ങൾ. ഇനി അടുത്ത ചോദ്യം നോക്കാം. നാലാമത്തെ ചോദ്യം, പുഴയ്ക്ക് കുറുകെ എന്തായിരുന്നു പുഴയ്ക്ക് കുറുകെ ഉണ്ടായത്? പുഴയ്ക്ക് കുറുകെ ഒരു വലിയ പാലം വന്നു അല്ലേ? വലിയ പാലം. ഇനി അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കൂ. എന്തുകൊണ്ടാണ് പുഴയ്ക്ക് സങ്കടം വന്നത്? എന്താണ് പുഴയ്ക്ക് സങ്കടം വരാനുണ്ടായത്? പുഴയ്ക്ക് കുറുകെ വലിയൊരു പാലം വന്നു. ആ പാലത്തിന് ഇരുവശവും കൂറ്റൻ കെട്ടിടങ്ങൾ. അങ്ങനെ പുഴയിലേക്ക് മലിനജലം ഒഴുകി വന്നു, പുഴയുടെ നിറം മാറി, പുഴയ്ക്ക് അങ്ങനെ സങ്കടമായി. ഓക്കെ. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ നോക്കി എഴുതി ചേർത്താൽ മതി. ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ. പൂമരം. നോക്കൂ, നമുക്കിവിടെ മരം തന്നിട്ടുണ്ട്. ആ മരത്തിൽ നിറയെ പൂക്കളും തന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? പൂമരത്തിൽ പല നിറത്തിലുള്ള പൂക്കൾ. നമ്മൾ പൂക്കൾക്ക് നിറം നൽകണം. നമുക്കിവിടെ എത്ര പൂക്കൾക്ക് ഏതെല്ലാം നിറം നൽകണമെന്ന് തന്നിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. മഞ്ഞ 6, ചുവപ്പ് 5, നീല 14. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? എക്സാമിന് പോകുമ്പോൾ ക്രയോൺ എടുക്കൽ നിർബന്ധമാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ഇതുപോലെയുള്ള കളർ കൊടുക്കാനുള്ള ചോദ്യങ്ങൾ എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മഞ്ഞ നിറം 6 പൂക്കൾക്ക് നൽകണം. നമ്മൾ 6 പൂക്കൾക്ക് മഞ്ഞ നിറം നൽകിയാലോ? നോക്കൂ, 1, 2, 3, 4, 5, 6. കണ്ടോ? 6 പൂക്കൾക്ക് നമ്മൾ മഞ്ഞ നിറം നൽകി. ഇനി അടുത്തതോ? ചുവപ്പ് നിറം 5 പൂക്കൾക്ക് കൊടുക്കാം. 1, 2, 3, 4, 5. 5 പൂക്കൾക്ക് നമ്മൾ ചുവപ്പ് നിറം നൽകി. ഇനി അടുത്തത് എന്താണ്? നീല 14 പൂക്കൾ കൊടുക്കാം അല്ലേ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14. ആഹാ, മരം നല്ല കളർഫുള്ളായി. ഇനി നമുക്ക് എന്താണ് ചോദിച്ചിട്ടുള്ളത്? മഞ്ഞയും ചുവപ്പും കൂടി എത്ര പൂക്കൾ? മഞ്ഞയും ചുവപ്പും കൂടി എത്ര പൂക്കളുണ്ട് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം മഞ്ഞ 6 പൂക്കളാണുള്ളത്, ചുവപ്പോ 5 പൂക്കളും. അപ്പോൾ നമ്മൾ
6 + 5 6ലേക്ക് 5 കൂട്ടണം. 6ലേക്ക് 5 കൂട്ടിയാൽ എത്രയാണ് നമുക്ക് കിട്ടുക? നമുക്കറിയാം 11 ഉത്തരം. നിങ്ങൾ കയ്യിലെ വിരലുകളിൽ എണ്ണി ഉത്തരം കണ്ടുപിടിക്കണം. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. മരത്തിൽ ആകെ എത്ര പൂക്കൾ? മരത്തിൽ ആകെ എത്ര പൂക്കളുണ്ട്? നമുക്കറിയാം മഞ്ഞ പൂക്കളും ചുവപ്പ് പൂക്കളും കൂടി കൂട്ടിച്ചേർത്തിട്ട് നമുക്ക് 11 പൂക്കൾ കിട്ടി. പിന്നെ നീലപ്പൂക്കൾ 14 എണ്ണം ഉണ്ട്. അപ്പം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ 11ലേക്ക് 14 കൂട്ടിയാൽ മതി. അല്ല എങ്കിൽ നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത്. അല്ല എങ്കിൽ നമുക്ക് 6 + 5 + 14 എല്ലാം കൂടെ നേരിട്ട് കൂട്ടി എഴുതാനും മതി. അപ്പോൾ 6ഉം 5ഉം കൂട്ടിയാൽ നമുക്ക് ഉത്തരം അറിയാം 11. ആ 11ലേക്ക് 14 കൂട്ടണം. എത്ര ലഭിക്കും? 11 + 14. ഇവിടെ ശ്രദ്ധിക്കൂ, എങ്ങനെയാണ് കൂട്ടലെന്ന് ഞാൻ കാണിച്ചു തരാം. 1 + 4. 1ലേക്ക് 4 കൂട്ടിയാൽ എന്ത് കിട്ടും? ആദ്യം നമ്മൾ ഈ 1ഉം 4ഉം ചേർത്ത് കൂട്ടണം. 1ലേക്ക് 4 കൂട്ടിയാൽ നമുക്ക് 5 ലഭിക്കും. അടുത്തതോ ഈ 1ഉം ഈ 1ഉം 2 1ഉം തമ്മിൽ കൂട്ടണം. അങ്ങനെ നമുക്ക് 2. അപ്പോൾ 25 ആണ് നമുക്ക് ആൻസർ വരുന്നത്. 25 25. കണ്ടോ? ഇനി അടുത്തത് നോക്കൂ. കാറ്റ് വീശിയപ്പോൾ 3 മഞ്ഞപ്പൂക്കളും 2 നീലപ്പൂക്കളും കൊഴിഞ്ഞു വീണു. ഇനി മരത്തിൽ എത്ര പൂക്കൾ ബാക്കിയുണ്ടാകും? ഓക്കെ. കാറ്റ് വീശി 3 മഞ്ഞപ്പൂക്കളും 2 നീലപ്പൂക്കളും കൊഴിഞ്ഞു വീണു. 3ഉം 2ഉം കൂട്ടിയാൽ നമുക്ക് എത്ര ലഭിക്കും? 5 കിട്ടും അല്ലേ? അപ്പോൾ ടോട്ടൽ കൊഴിഞ്ഞു വീണത് 5 പൂക്കളാണ്. ഇനി നമ്മൾ നോക്കണം, മരത്തിൽ ആകെ ഉണ്ടായിരുന്നത് 25 പൂക്കളാണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? 25ൽ നിന്നും ഈ കൊഴിഞ്ഞു വീണ 5 പൂക്കളെ കുറക്കണം. അങ്ങനെ മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? 25ൽ നിന്നും 5 കുറച്ചാൽ 20. സിമ്പിളാണല്ലോ, 20. അപ്പോൾ ടോട്ടൽ 20 പൂക്കളാണ് ഇനി മരത്തിൽ ബാക്കിയുള്ളത്. ക്ലിയർ ആയോ? ഇനി അടുത്ത ചോദ്യം നോക്കൂ. പ്രവർത്തനം 3. പൂമരത്തിലെ കൂട്ടുകാർ. ഇത് നമ്മൾ വരികൾ കൂട്ടിച്ചേർത്ത് കവിത പൂർത്തിയാക്കാനുള്ളതാണ്. നോക്കാം. മാമലമേലെ പൂമരമുണ്ട്, തേൻമണമൊഴുകും പൂവുകളുണ്ട്, പൂവുകൾ തോറും പാറി നടക്കും ചേലേറും പൂമ്പാറ്റകളുണ്ട്. ഇനി കൂടുതൽ വരികൾ കൂട്ടിച്ചേർത്ത് പാടാം. ഇവിടെ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ വരികൾ കൂട്ടിച്ചേർക്കണം. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? മാമലമേലെ പൂമരമുണ്ട്. അപ്പോൾ ഈ ഒന്നാമത്തെ വരി അതുപോലെ തന്നെ എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തെ വരിയോ? തേൻമണമൊഴുകും പൂവുകളുണ്ട്. അത് തന്നെയാണല്ലോ ഇവിടെ രണ്ടാമത്തെ വരിയും തന്നിട്ടുള്ളത്. തേൻമണമൊഴുകും പൂവുകളുണ്ട്. ഇനി അടുത്തത് പൂവുകൾ തോറും ഡാഷ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ മുകളിൽ പൂവുകൾ തോറും എന്ന് തന്നിട്ട് പാറി നടക്കും എന്നാണ് തന്നിട്ടുള്ളത്. പാറി നടക്കും ആരാണ്? പൂമ്പാറ്റകളാണ്. താഴെ കുറച്ച് ഓപ്ഷൻസും തന്നിട്ടുണ്ട്. പൂമ്പൊടി തിന്നും, കലപില കൂട്ടും, മൂളിപ്പാടും. അപ്പം നമുക്കിവിടെ തന്നിട്ടുള്ളത് എന്താണ്? ഒരു വണ്ടാണ്. അപ്പം ആരാണ് വണ്ട്? എന്താണ് ചെയ്യുന്നത്? വണ്ട് പൂമ്പൊടി തിന്നലാണോ, കലപില കൂട്ടലാണോ, മൂളിപ്പാടലാണോ? വണ്ട് മൂളിപ്പാടലാണ് ചെയ്യുന്നത്. അപ്പം നമുക്കിവിടെ എങ്ങനെ എഴുതി ചേർക്കാം? പൂവുകൾ തോറും മൂളിപ്പാടും ചേലേറും വണ്ടുകളുണ്ട്. ഈ ചേലേറും എന്നുള്ളത് നമ്മൾ മാറ്റേണ്ട, അത് അതുപോലെ എഴുതാം. ബാക്കിയുള്ളത് മാത്രം മാറ്റിയാൽ മതി. അപ്പം ഞാനിവിടെ എഴുതിത്തരാം, ഒന്ന് നോക്കൂ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? പൂവുകൾ തോറും മൂളിപ്പാടും ചേലേറും വണ്ടുകളുണ്ട്. കണ്ടോ? ഇനി എന്ത് ചെയ്യണം? അടുത്തത് ഇതുപോലെ കൂട്ടിച്ചേർക്കണം. അടുത്തത് ആരാണ് ചിത്രത്തിൽ തന്നിട്ടുള്ളത്? ഒരു തേനീച്ചയുണ്ട്, ഒരു കിളിയും ഉണ്ട്. അപ്പോൾ തേനീച്ച എന്താ ചെയ്യുക? പൂമ്പൊടി തിന്നും അല്ലേ? കിളികളോ കലപില കൂട്ടും. അപ്പം നമുക്കെങ്ങനെ ഇതുപോലെ പൂർത്തിയാക്കാം. മാമലമേലെ പൂമരമുണ്ട്, തേൻമണമൊഴുകും പൂവുകളുണ്ട്, പൂവുകൾ തോറും. അവിടെ വരെ ആയിരുന്നല്ലോ, മുകളിലെല്ലാം നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വന്നിരുന്നത്. ഇനി ബാക്കി എന്താ മാറ്റം വന്നിട്ടുള്ളത് എന്ന് നോക്കൂ. പൂവുകൾ തോറും പൂമ്പൊടി തിന്നും ചേലേറും തേനീച്ചയുണ്ട് അല്ലേ? തേനീച്ചയാണ് പൂമ്പൊടി തിന്നുന്നത്. അപ്പോൾ അത് നമുക്കിവിടെ ഓപ്ഷനായിട്ട് തന്നിട്ടുണ്ട്. പൂമ്പൊടി തിന്നും എന്ന് പറഞ്ഞിട്ട് തേനീച്ചയും അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് അതുപോലെ എഴുതി ചേർത്താൽ മതി. ഓക്കെ. ഇനി അടുത്ത വരികളോ? വീണ്ടും അതേ വരികൾ റിപ്പീറ്റ് ചെയ്തിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഒന്നുകൂടെ നോക്കൂ. മാമലമേലെ പൂമരമുണ്ട്, തേൻമണമൊഴുകും പൂവുകളുണ്ട്, പൂവുകൾ തോറും. ബാക്കി എന്താ വന്നിട്ടുള്ളത്?
കലപില കൂട്ടും ചേലേറും കിളിയുണ്ട്. ഇതാ ഇവിടെ നമുക്ക് കലപില കൂട്ടുമെന്ന് തന്നിട്ടുണ്ട്, കിളിയുടെ ചിത്രവും തന്നിട്ടുണ്ട്. അപ്പോൾ സിമ്പിളാണല്ലോ എങ്ങനെ ഈ വരികൾ കൂട്ടിച്ചേർത്ത് എഴുതാമെന്നുള്ളത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കൂ. പ്രവർത്തനം 4 ഗ്രാമക്കാഴ്ചകൾ. ഗ്രാമക്കാഴ്ചകൾ നോക്കൂ, എത്ര മനോഹരം. നമ്മൾ നഗരത്തിലെ കാഴ്ചകളും ഗ്രാമക്കാഴ്ചകളും എല്ലാം കണ്ട് പഠിച്ചതായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ള പ്രവർത്തനം എന്താണ്? വായിച്ച് ഗ്രാമത്തിലെ കാഴ്ചകൾക്ക് നേരെ ശരി അടയാളം രേഖപ്പെടുത്തൂ. ഓക്കെ, നമുക്കിവിടെ തന്നിട്ടുണ്ട് ഒരുപാട് ഓപ്ഷൻസ്. അതിൽ ഗ്രാമത്തിലെ കാഴ്ചകളുമുണ്ട്, നഗരത്തിലെ കാഴ്ചകളുമുണ്ട്. നമ്മളതെന്ത് ചെയ്യണം? വായിച്ച് നോക്കിയിട്ട് ഗ്രാമത്തിലെ കാഴ്ചകൾക്ക് നേരെ ശരി അടയാളപ്പെടുത്തണം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് വായിച്ച് നോക്കാം. പീലി വിടർത്തിയാടുന്ന തെങ്ങുകൾ, ആളുകളുടെ തിക്കും തിരക്കും, പച്ച വിരിച്ചു നിൽക്കുന്ന വയലുകൾ, തിരക്കു കുറഞ്ഞ റോഡുകൾ, കൂറ്റൻ കെട്ടിടങ്ങൾ, കളകളം പാടിയൊഴുകുന്ന തോടുകൾ, വയൽ വരമ്പിൽ നിരന്നു നിൽക്കുന്ന വെള്ളക്കൊക്കുകൾ, തലങ്ങും വിലങ്ങും പായുന്ന വാഹനങ്ങൾ. കണ്ടോ? ഇനി നമുക്ക് ഓരോന്നും നോക്കാം. ഒന്നാമത്തേത് എന്താണ്? പീലി വിടർത്തിയാടുന്ന തെങ്ങുകൾ. എവിടെ കാണുന്ന കാഴ്ചയാണ്? ഗ്രാമത്തിൽ. ഓക്കെ, തെങ്ങുകളും അതുപോലുള്ള മനോഹരമായ ഗ്രാമഭംഗിയിലാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, രണ്ടാമത്തേത് ആളുകളുടെ തിക്കും തിരക്കും. അതെവിടെയാണ്? അത് നഗരത്തിലാണ്. അപ്പോൾ നമ്മൾ അവിടെ ഒന്നും അടയാളപ്പെടുത്തേണ്ടതില്ല. ഇനി അടുത്തത് നോക്കൂ, പച്ച വിരിച്ചു നിൽക്കുന്ന വയലുകൾ. എവിടെയാണ് നമ്മൾ കാണുന്നത്? അതും ഗ്രാമത്തിലാണ്. ഓക്കെ, അടുത്തത് തിരക്കു കുറഞ്ഞ റോഡുകൾ. തിരക്കു കുറഞ്ഞ റോഡുകൾ നമ്മൾ എവിടെയാണ് പൊതുവെ കാണാറുള്ളത്? ഗ്രാമത്തിലാണ്. അത് നഗരത്തിലാണെങ്കിൽ തിരക്കേറിയ റോഡുകളായിരിക്കും അല്ലേ? അടുത്തത് കൂറ്റൻ കെട്ടിടങ്ങൾ. കൂറ്റൻ കെട്ടിടങ്ങൾ നഗരത്തിലാണ് കാണുന്നത്. നെക്സ്റ്റ് നോക്കൂ, കളകളം പാടി ഒഴുകുന്ന തോടുകൾ. അതെവിടെയാണ്? അതും ഗ്രാമത്തിലാണ് കാണുന്നത്. അടുത്തത് വയൽ വരമ്പിൽ നിരന്നു നിൽക്കുന്ന വെള്ളക്കൊക്കുകൾ. അതും നമ്മൾ ഗ്രാമത്തിൽ കാണുന്ന ഒരു കാഴ്ചയാണ്. നെക്സ്റ്റ് തലങ്ങും വിലങ്ങും പായുന്ന വാഹനങ്ങൾ. അത് നഗരത്തിലെ ഒരു കാഴ്ചയാണ്. ഓക്കെ, അപ്പോൾ കണ്ടല്ലോ, ഈ തന്നിട്ടുള്ളതിൽ നിന്നും 5 എണ്ണം ഗ്രാമത്തിലെ കാഴ്ചകളാണ്. അപ്പോൾ ഗ്രാമത്തിലെ കാഴ്ചകൾക്ക് നേരെ നമ്മൾ ശരി അടയാളം നൽകി. ഇനി അടുത്ത ചോദ്യം നോക്കൂ. പ്രവർത്തനം 5 പഴക്കൂട. പൂമരം മാത്രമല്ല, മലയിൽ നിറയെ പഴങ്ങളുള്ള മരങ്ങളുമുണ്ട്. സപ്പോട്ട, പേര, ചാമ്പ, മാവ്, അങ്ങനെ. കാറ്റാഞ്ഞു വീശി പഴങ്ങൾ താഴേക്കു വീണു. കുട്ടികൾ പഴങ്ങൾ പെറുക്കി വെച്ചു. പഴങ്ങൾ എത്ര? അപ്പം നമുക്കുള്ള പ്രവർത്തനം എന്താണ്? കാറ്റാഞ്ഞു വീശിയപ്പോൾ നിലത്ത് വീണ പഴങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. സപ്പോട്ട, പേരയ്ക്ക, ചാമ്പ, മാങ്ങ എന്നിങ്ങനെ. അതിൽ ആ പഴങ്ങൾ കുട്ടികൾ കൂട്ടിവെച്ചു. അത് 10ൻ്റെ കൂട്ടമായിട്ടും 1കൾ മാത്രമായിട്ടും അങ്ങനെ രണ്ട് കൂട്ടങ്ങളായിട്ടാണ് ഓരോ പഴങ്ങളെയും അവർ കൂട്ടിവെച്ചത്. നമ്മൾ എന്ത് ചെയ്യണം? ആകെ കണ്ടുപിടിക്കാനുണ്ട്. അതുപോലെ തന്നെ ഇതിൽ പലയിടങ്ങളിലും മിസ്സായിട്ടുണ്ട്. അതെല്ലാം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. ഒന്നാമത്തേത് എന്താണ്? സപ്പോട്ടയാണ് പഴം. സപ്പോട്ട 10ൻ്റെ കൂട്ടം 2 കൂട്ടമുണ്ട്. 1കളോ 3 എണ്ണമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആകെ എത്ര സപ്പോട്ടകൾ അവിടെ വീണ് കിടക്കുന്നു എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം മക്കളെ? സപ്പോട്ട 10ൻ്റെ കൂട്ടം 2 എന്ന് പറഞ്ഞു. അപ്പോൾ അത് എത്രയുണ്ടാകും? 10ൻ്റെ കൂട്ടം 1 ആകുമ്പോൾ അത് 10 അല്ലേ? ഇനി 10ൻ്റെ കൂട്ടം 2 എണ്ണം ആകുമ്പോഴോ അത് 10 മാറി 20 ആകും അല്ലേ? 10 + 10 അങ്ങനെ 20 ആകും. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? 1കൾ 3 എണ്ണമാണ്. ആ വെറും 3 എണ്ണമേ ഉള്ളൂ. അത് നമുക്ക് അവിടെ എഴുതി കൊടുക്കാം. 1കൾ വെറും 3 എണ്ണമേ ഉള്ളൂ. അത് നമുക്ക് അവിടെ എഴുതി കൊടുക്കാം. അപ്പോൾ 20 + 3 20 + 3 20 + 3 എത്രയാണ്? 23 23. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? പേരക്ക. പേരക്ക ആകെ 36 എണ്ണമുണ്ട്. അതിന് നമ്മൾ 10ൻ്റെ കൂട്ടവും 1കളുമാക്കി വേർതിരിച്ച് വെക്കണം. അപ്പോൾ നോക്കൂ മക്കളെ, 36 പേരക്കയിൽ നമുക്ക് എത്ര 10ൻ്റെ കൂട്ടങ്ങളാക്കി മാറ്റാം? 36. അപ്പോൾ നമുക്കതിൽ 3 10ൻ്റെ കൂട്ടങ്ങളുണ്ടാകും. 3 10ൻ്റെ കൂട്ടങ്ങൾ എടുക്കുമ്പോൾ അത് 30 അല്ലേ? പിന്നെയോ 36ൽ നിന്നും 30 പോയാൽ വെറും 6 ഇനി ബാക്കിയുള്ളത്. അപ്പോൾ 6 1കളും ബാക്കിയുണ്ട്. മനസ്സിലായല്ലോ? 10ൻ്റെ കൂട്ടം 3, 6 1കൾ, അങ്ങനെ 30ഉം 6ഉം 36. നെക്സ്റ്റ് ആണ് ചാമ്പ.
ചാമ്പ 10ൻ്റെ കൂട്ടം 4 എണ്ണവും ഒന്നുകൾ 5 എണ്ണവും. അപ്പോൾ ടോട്ടൽ എത്രയുണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. 10ൻ്റെ കൂട്ടം 4 എന്ന് പറഞ്ഞാൽ അത് എത്രയുണ്ടാകും? 4 ഗുണിക്കണം 10. 4 ഗുണിക്കണം 10 എന്ന് പറഞ്ഞാൽ 40. അല്ല എങ്കിൽ നമുക്ക് എങ്ങനെ കൂട്ടാം? 4 പ്രാവശ്യം 10കളെ നമ്മൾ എഴുതി കൂട്ടാം. 10 + 10 + 10 + 10 അങ്ങനെ നമുക്ക് 40 കിട്ടും. ഓക്കെ. അതുപോലെ 5 ഒന്നുകളും. ഇങ്ങനെ 40 + 5 45. ഓക്കെ, 45. നെക്സ്റ്റ് എന്താണ്? മാങ്ങ 10കൾ ആകെ 10ആണുള്ളത്. ആകെ മാങ്ങ 10 എണ്ണമാണുള്ളത്. അങ്ങനെയാണെങ്കിൽ എത്ര 10ൻ്റെ കൂട്ടം ഉണ്ടാകും? ഒരു 10ൻ്റെ കൂട്ടം അല്ലേ? ഒന്നുകളോ? ഒന്നുകൾ ഒറ്റൊന്നും ഉണ്ടാവില്ല. കാരണം ആകെ 10 മാങ്ങയുള്ളൂ. അത് 10ഉം ഒറ്റ കൂട്ടമാക്കി വെക്കും. ക്ലിയർ ആയോ? സിമ്പിളാണല്ലോ. ഇനി നോക്കൂ, ഏത് പഴമാണ് ഇവിടെ കൂടുതൽ കിട്ടിയത്? ഇവിടെ ഒന്ന് നോക്കൂ മക്കളെ, ഏത് പഴമാണ് കൂടുതൽ കിട്ടിയത്? കണ്ടോ, ചാമ്പയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വന്നത് അല്ലേ? ചാമ്പ 45 എണ്ണമുണ്ട്. ഓക്കെ, അപ്പം നമുക്കിവിടെ എന്തെഴുതാം? ചാമ്പ എന്നെഴുതാം. ചാമ്പ 45 എണ്ണമുണ്ട്. നെക്സ്റ്റ് നോക്കൂ, പഴങ്ങളുടെ എണ്ണത്തെ ചെറുതിൽ നിന്നും വലുതിലേക്ക് ക്രമീകരിക്കൂ. നോക്കൂ മക്കളെ, ചെറുതിൽ നിന്നും വലുതിലേക്ക് എന്ന് പറയുമ്പോൾ അസെൻഡിങ് ഓർഡർ ആണ്. അസെൻഡിങ് ഓർഡറിൽ നമ്മളതിനെ ക്രമീകരിക്കണം. അപ്പോൾ ഇവിടെ ഏറ്റവും ചെറുത് വരുന്നത് ഏതാണ്? 10 ആണ്. ഏറ്റവും ചെറുത് വരുന്നത് 10 ആണ്. പിന്നെയോ 23, ദെൻ 36, ദെൻ 45. അങ്ങനെയല്ലേ? അപ്പോൾ നമുക്ക് ആ ഓർഡറിൽ എഴുതാം. 10, 23, 36, 45. ഓക്കെ. ഇതുപോലെ ഡിസെൻഡിങ് ഓർഡറിൽ അല്ലെങ്കിൽ വലുതിൽ നിന്നും ചെറുതിലേക്ക് എന്നുള്ള ഓർഡറിൽ എഴുതാൻ പറഞ്ഞാലും നമ്മളിത് നേരെ തിരിച്ചിട്ട് എഴുതണം. ഓക്കെ, അപ്പോൾ അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറും നിർബന്ധമായും ചോദിക്കും. അപ്പോൾ നിങ്ങളതൊക്കെ നന്നായി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ. ബൈ.